സിഗ്മ വേരിയൻറ്റ് ഇനി വൈറ്റ് കളർ മാത്രമേ കിട്ടത്തുള്ളൂ. സൺറൂഫ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം അല്ലേ? വേണമെങ്കിൽ ഒരു ഓപ്ഷൻ സൺറൂഫ് വേണ്ടാത്തവർക്ക് സീറ്റ് എടുക്കാം. സൺറൂഫ് വേണമെങ്കിൽ സീറ്റ് ഓപ്ഷൻ ഉപയോഗിക്കാം. ഓക്കെ, ഫുള്ളി ഓട്ടോമാറ്റിക് ഇനി അവൈലബിൾ ഉള്ളൂ, മാനുവൽ ഇല്ല. ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. ഹൈബ്രിഡ് വണ്ടികൾ എപ്പോഴും അവൈലബിൾ ആയിക്കൊണ്ടിരുന്നത് ഫുൾ ഓപ്ഷൻ വണ്ടികളാണ്. മിക്കവാറും നമ്മുടെ ഗ്രാൻഡ് വിറ്റാര പോലുള്ള വണ്ടികളൊക്കെ ഹൈബ്രിഡിൽ കിട്ടിക്കൊണ്ടിരുന്നത് സീറ്റ പ്ലസ് തൊട്ടുള്ള വേരിയൻറ്റിലാണ്. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് 25 lakhs നിയർലി നമ്മുടെ ഹൈബ്രിഡ് വണ്ടികൾക്ക് വിലയാകാറുണ്ട്. പക്ഷേ ക്യാഷ് ഇല്ലാത്തവർക്ക് ഒരു അണ്ടർ 20 lakhs ഒക്കെ ഒരു ഹൈബ്രിഡ് വണ്ടി നോക്കുന്നവർക്ക് അത് ഒരിക്കലും അച്ചീവബിൾ ആയിട്ടുള്ള റേഞ്ച് ആയിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ മാരുതി പുതിയതായിട്ട് ഇറക്കിയേക്കുന്ന ഒരു വേരിയൻ്റാണ് ഡെൽറ്റ പ്ലസ് ഫുള്ളി ഹൈബ്രിഡ് വണ്ടി. ഓൾമോസ്റ്റ് 16.9 ലക്ഷം രൂപയ്ക്ക് 17 ലക്ഷം രൂപയ്ക്ക് എക്സ്ഷോറൂം പ്രൈസിൽ ഫുള്ളി ഹൈബ്രിഡ് ആയിട്ടുള്ള വണ്ടി മാരുതി ഗ്രാൻഡ് വിറ്റാര ഇറക്കിയേക്കുവാണ്. സോ ഇതൊരു ഗ്രേറ്റ് ചേഞ്ച് ആണ്. പറയാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെഗ്മെൻറ്റിൽ ഈ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള വേറൊരു SUV അവൈലബിൾ അല്ല എന്നുള്ളതാണ്. ഫുള്ളി ഹൈബ്രിഡ് ആയിട്ടുള്ള ഏറ്റവും ചീപ്പസ്റ്റ് SUV ആണ് ഗ്രാൻഡ് വിറ്റാര ഡെൽറ്റ പ്ലസ് വേരിയൻറ്റ്. അപ്പോൾ ഈ വേരിയൻറ്റിന് എന്തൊക്കെ മാറ്റങ്ങളുണ്ട്, എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഫ്രണ്ടിൽ നോക്കുമ്പോൾ മേജർ ആയിട്ടുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നോർമൽ ഡെൽറ്റ പ്ലസ് വണ്ടികളിൽ ഒരു EV മോഡ് ഓട്ടോമാറ്റിക് ആയിട്ടും സ്വാഭാവികമായിട്ടും ഒരു ഓട്ടോമാറ്റിക് വേർഷനാണ്. CVT ഗിയർ ബോക്സ് ആണ് ആസ് യൂഷ്വൽ, നിങ്ങൾക്ക് അതെല്ലാം അറിയാം. അതിനകത്ത് ഡെൽറ്റ പ്ലസ് വേരിയൻറ്റ് ഇറക്കി എന്നുള്ളതാണ്. സാധാരണ ഡെൽറ്റ പ്ലസ് വേരിയൻറ്റിലോട്ട് ഒരു CVT ഫുള്ളി ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു വണ്ടി ഇറക്കി. നോർമലി നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ ഡെൽറ്റ പ്ലസ് വേരിയൻറ്റിനുള്ള അതേ ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഫ്രണ്ടിലെ നമ്മുടെ പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ്സ്, അതേപോലെ ക്രോം ചെയ്തിട്ടുള്ള നമ്മുടെ ഫ്രണ്ട് ഗാർണിഷ്, അതേപോലെ ബമ്പറും ക്രോമും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. പിന്നെ കുറേ ചേഞ്ചസ് നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് വന്നിട്ടുണ്ട്. ബേസ് വേരിയൻ്റ് തൊട്ട് ടോട്ടലി ഇപ്പോൾ മേജർ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ സൺറൂഫ് ഓപ്ഷണലാക്കി വന്നിട്ടുണ്ട്. സൺറൂഫ് വേണ്ടവർക്ക് സൺറൂഫ് വേണ്ടാത്തവർക്ക് സൺറൂഫ്. ടോപ്പ് വേരിയൻറ്റിൽ 360 വേണ്ടാത്തവർക്ക് അത് നമുക്ക് ഒഴിവാക്കാം. അതിനകത്ത് തന്നെ ടോപ്പ് വേരിയൻറ്റിനകത്ത് തന്നെ സൺറൂഫ് വേണമെങ്കിൽ സൺറൂഫ് വേണ്ട, അങ്ങനെ ഓപ്ഷണലി ചേഞ്ചസ്. ടോട്ടലി 20+ വേരിയൻസ് ഉള്ളത്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഡ്യുവൽ ടോണും ഓട്ടോമാറ്റിക്കും എല്ലാം കൂടെ കൂട്ടി ഒരു 30 വേരിയൻസ്. ഈവൻ കിയ പ്ലാറ്റ്ഫോമിൽ കണ്ടിരുന്ന അതേ കോമ്പറ്റീഷൻ തന്നെ മാരുതിയും കൊണ്ടുവരികയാണ്. ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ ഈ ഡെൽറ്റ പ്ലസ് വേരിയൻറ്റിൽ ഇൻറ്റീരിയേഴ്സിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് നോക്കാം. അലോയ് വരാത്ത ഹൈബ്രിഡ് വണ്ടിയാണ്, ഫുള്ളി ഹൈബ്രിഡ് വണ്ടിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഡെൽറ്റ പ്ലസ് ഈസ് ദ വേരിയൻറ്റ്. ഒരു 17 ഇഞ്ച് നോർമൽ ടയറാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഈ ക്ലാഡിങ്ങൊക്കെ ടോപ്പ് വേരിയൻറ്റിലോട്ട് വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ഒരു ഗ്ലോസി ബ്ലാക്ക് കളറാണ്. ഇവിടെ വരുമ്പോഴത്തേനാണ് ഇത് മിറർ ബോഡി കളേർഡ് മിറർ വരുന്നുണ്ട്. അതിനകത്ത് തന്നെ മിറർ ഇൻകോർപ്പറേഷൻ വരുന്നുണ്ട്. കീലെസ് എൻട്രിയുടെ സ്വിച്ചസ് കാണാം. പിന്നെ സ്റ്റൈലോട്ട് നോക്കുവാണെങ്കിൽ വലിയ ചേഞ്ചസ് ഒന്നുമില്ല, ആസ് യൂഷ്വൽ പഴയ ഗ്രാൻഡ് വിറ്റാര തന്നെയാണ്. നമുക്ക് ഇനി അകത്തോട്ട് കയറിയിട്ട് അകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നോക്കാം. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ നമുക്ക് നോക്കുമ്പോൾ ഹൈബ്രിഡ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷനാണ്. കാരണം EV വണ്ടികൾ ഓടിക്കുന്നവർക്ക് അല്ലെങ്കിൽ EV വണ്ടികൾ ഓടിച്ചവർക്കറിയാം ആ സൈലൻസ്, ആ പീസ്ഫുൾ അത് നമുക്ക് ഹൈബ്രിഡിലും കിട്ടും. ഓട്ടോമാറ്റിക്കായിട്ടും ഇതിൻ്റെ മറ്റേ സ്ലോ സ്റ്റാർട്ടിങ്, സൗണ്ട്ലെസ് സ്റ്റാർട്ടിങ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനാണ് ഭയങ്കര രസമാണ്. ഈവൻ സ്റ്റാർട്ടായോ എന്നൊക്കെ നമ്മൾ അനലൈസ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അതൊക്കെ EV മറ്റേ ഹൈബ്രിഡ് യൂസ് ചെയ്ത് ആൾക്കാർക്കേ അറിയാം. ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പോലെ പറഞ്ഞതേ ഉള്ളൂ. നമുക്കപ്പം ഡെൽറ്റ പ്ലസിൽ ഇന്ത്യയിലോട്ട് വരുമ്പോഴത്തേനാണെങ്കിൽ കുറച്ച് ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഇവിടെ വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കായി നമുക്ക് ഇവിടെ മനസ്സിലാകുന്നത് ഡെൽറ്റ പ്ലസ് വേരിയൻറ്റിനകത്ത് CVT ഗിയർ ബോക്സിൽ ഓട്ടോമാറ്റിക് വേരിയൻറ്റ് നമുക്ക് ഇവിടെ കിട്ടുകയാണ്, ഫുള്ളി ഹൈബ്രിഡ് ആയിട്ടുള്ള. അതിനകത്ത് എടുത്ത് പറയുമ്പോൾ ഗ്രാൻഡ് വിറ്റാര ഏറ്റവും കൂടുതൽ മൈലേജ് ഉള്ള വണ്ടി എന്നുള്ള, അതായത് ഹൈബ്രിഡ് വണ്ടി എന്നുള്ള റെക്കോർഡ്സിൽ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ എനിക്ക് തോന്നുന്നു ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ വണ്ടിയാണ്. അതായത് 1 ലിറ്റർ ഫുൾ ടാങ്കിൽ ഓൾമോസ്റ്റ് 1400 സംതിങ് കിലോമീറ്റർ, അതിൻ്റെ 31 കിലോമീറ്റർ മൈലേജ്. അത് അപ് ടു ഡൗൺ കന്യാകുമാരി ടു കാശ്മീർ പോയി വന്ന ഹിസ്റ്ററിയൊക്കെ ഗ്രാൻഡ് വിറ്റാരയ്ക്കുണ്ട്. ഓൾമോസ്റ്റ് 2 lakhs യൂണിറ്റ് വണ്ടി ഇറങ്ങിയതിന് ശേഷം 2 ലക്ഷം യൂണിറ്റ് ഏറ്റവും കൂടുതൽ SUVസിൽ വിറ്റ കൗണ്ട് നമ്പറാണ്. അത് ഗ്രാൻഡ് വിറ്റാരയ്ക്ക് സ്വന്തമാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഇറങ്ങിയ വണ്ടിയാണ്. അതേപോലെ വളരെ സ്പേഷ്യസ് ആണ്. അങ്ങനെയുള്ള ഫീച്ചേഴ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യം നോക്കുമ്പോൾ ഗ്രാൻഡ് വിറ്റാര ഈസ് സംതിങ് ബെറ്റർ ദാൻ അതർ SUVs ഇൻ ബഡ്ജറ്റ് സെഗ്മെൻറ്റ് ആട്ടോ. അപ്പം ഇപ്പം ലേറ്റസ്റ്റ് എഡിഷൻ ഡെൽറ്റ പ്ലസിലോട്ട് വരുമ്പോഴത്തേനും മാൻഡേറ്ററി ആയിട്ട് സ്റ്റാൻഡേർഡായിട്ട് തന്നെ 6 എയർ ബാഗ് വരുന്നുണ്ട്. അപ്പോൾ അത് സിഗ്മ വേരിയൻറ്റോട്ട് തന്നെ കിട്ടും. അപ്പം സ്മാർട്ട് ഹൈബ്രിഡിലാണെങ്കിൽ പോലും 6 എയർ ബാഗ് കിട്ടും. 6 എയർ ബാഗ് മാൻഡേറ്ററി ആയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതില്ലാത്ത ഒരു വളരെ അൺസേഫ് ആണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. എനിവേ നമ്മൾ കമ്മിങ് ടു ഡെൽറ്റ പ്ലസ് സ്ട്രോങ് ഹൈബ്രിഡിലോട്ട് വരുമ്പോഴത്തേനും ഫസ്റ്റ് ചേഞ്ച് ഇതിനകത്ത് കാണുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. MID നമുക്ക് കിട്ടുന്നുണ്ട്. ഫുള്ളി ഡിജിറ്റലാണ്. ഇതിനു മുമ്പ് അനലോഗ് ആയിരുന്നു, അത് ഡിജിറ്റലോട്ട് മാറി. ഈവൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ബേസ് വേരിയൻ്റ് തൊട്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന ഒരു വണ്ടിയാണ് ഗ്രാൻഡ് വിറ്റാര. അതുകൊണ്ട് തന്നെ ഇതിനകത്തും പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്. സോ ദർ ഇസ് നോ ചേഞ്ചസ് ഇൻ ദ. പിന്നെ
നമ്മുടെ സ്റ്റിയറിംഗ് വീലോട്ട് നോക്കുവാണെങ്കിൽ ആസ് യൂഷ്വൽ നമ്മുടെ ഗ്രാൻഡ് വിറ്റാറ ബേസിൽ കണ്ടുവന്ന അതേ സ്റ്റിയറിംഗ് വീലാണ്. ക്രൂസ് കൺട്രോൾ, പാട്ട് ചേഞ്ച് ചെയ്യാൻ, മ്യൂട്ട് ചെയ്യാൻ, മോഡ്സ് ചേഞ്ചിങ്, അങ്ങനെ എല്ലാം, കോൾ എടുക്കാൻ, കോൾ കട്ട് ചെയ്യാൻ, സ്പീക്ക് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു 7-inch ഇൻഫർടൈൻമെൻറ്റ് ഡിസ്പ്ലേ ഇവിടെ കാണാം. നമുക്കിവിടെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാ കാര്യങ്ങളും അത് വരുന്നുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ മാരുതി വണ്ടികളെല്ലാം ഇപ്പോൾ മാൻഡേറ്ററി ആയിട്ട് അത്യാവശ്യം ബലേന തൊട്ട് സെഗ്മെൻറ്റ് തൊട്ട് തുടങ്ങുന്നുണ്ട്. ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ AC വരുന്നുണ്ട്. പിന്നെ നമുക്ക് അവിടെ നോക്കുവാണെങ്കിൽ ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ച് കാണാം. പിന്നെ ഒരു 120 wattsൻ്റെ ഒരു ചാർജിങ് പോർട്ട് നമുക്കിവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഒരു USB പോർട്ടും ഇവിടെ അവൈലബിൾ ആണ്. വയർലെസ് ചാർജർ നമുക്ക് സീറ്റ വേരിയൻ്റ് തൊട്ട് വയർലെസ് ചാർജർ അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് വേരിയൻ്റ്, ഈ CVT വേരിയൻ്റ് ആണ്. അതിൻ്റെ ഗിയർ ബോക്സിൻ്റെ വേരിയൻ്റ് ആണ്. നമുക്കിപ്പോൾ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ ഓട്ടോമാറ്റിക് വണ്ടികളൊക്കെ വരുമ്പോൾ ന്യൂട്രലിട്ട് സ്റ്റാർട്ട് ചെയ്ത് പാർക്കിലിട്ട് മാത്രമേ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ താഴെ നോക്കുമ്പോൾ നമുക്ക് EV മോഡ്സും ഡ്രൈവ് മോഡ്സ് സെലക്ട് ചെയ്യാനുള്ളതുണ്ട്. 3 ഡ്രൈവ് മോഡ്സ് ഉണ്ട്. എക്കോ മോഡ്, പവർ മോഡ്, നോർമൽ മോഡ്, 3 മോഡ്സ് ഉണ്ട്. ഓൾമോസ്റ്റ് എന്നാ കാണിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് 20+ മൈലേജ് കിട്ടുന്ന ഒരു വേരിയൻ്റ് ആണ് ഗ്രാൻഡ് വിറ്റാറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മുടെ സീറ്റിലോട്ട് നോക്കുവാണെങ്കിൽ ഫാബ്രിക് സീറ്റാണ് ഡെൽറ്റ പ്ലസ് വേരിയൻറ്റിന് വന്നേക്കുന്നത്. പിന്നെ ഇൻറ്റീരിയർ നോക്കുവാണെങ്കിൽ നമ്മൾ പണ്ട് കണ്ട ഐവറി ആൻഡ് പഴയ അതേ ഇൻറ്റീരിയർ ടോൺ തന്നെയാണ് ഇവിടെ എടുത്തേക്കുന്നത്. പ്ലാസ്റ്റിക് വേരിയൻസും അതേപോലെ ഫിനിഷും ബ്ലാക്ക് ആൻഡ് ബീച്ച് കളറിലുള്ള അതേ ഫിനിഷ് തന്നെയാണ്. ഇപ്പം സീറ്റ് ആണെങ്കിലും ബ്ലാക്ക് ആൻഡ് ബീച്ച് കളറിൽ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ വ്യൂ ഇതാണ്. പിന്നെ സൺറൂഫ് വരുന്ന സീറ്റ വേരിയൻ്റ് തൊട്ടാണ്. പണ്ട് സീറ്റ പ്ലസ് ആൽഫയിൽ മാത്രം കണ്ടിരുന്ന സൺറൂഫ് ഇപ്പോൾ നമുക്ക് ഓപ്ഷണലായിട്ട് വേണ്ടയോ എന്നുള്ള ഓപ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. പണ്ട് ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് വിറ്റാറിൽ കംപ്ലയിൻറ്റ് പറഞ്ഞുകൊണ്ടിരുന്ന ഈ സൺറൂഫിൻ്റെ അവിടെയുള്ള കർട്ടൻ, അതായത് ഈ കർട്ടൻ ഭയങ്കര ക്വാളിറ്റി കുറഞ്ഞതാണ്. അതായത് വെയിലൊക്കെ അടിക്കുവാണെങ്കിൽ അകത്ത് വിസിബിൾ ആയിട്ടുള്ള രീതിയിലുണ്ട്. തീർത്തും ഒരു തുണിയുടെ മെറ്റീരിയലാണ് എന്നുള്ളൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. ആ കംപ്ലയിൻറ്റ് ഇപ്പോൾ മാരുതി കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. പുതിയ കർട്ടൻ ഉണ്ട്. അതായത് വിസിബിലിറ്റി, അതായത് ലൈറ്റിൻ്റെ വിസിബിലിറ്റി കുറച്ചുപോലും അകത്തോട്ട് പറ്റാത്ത വിസിബിലിറ്റി ഇല്ലാത്ത കർട്ടൻ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കമ്പാരിസൺ കാണാം. ഇത് പഴയ മോഡൽ ഗ്രാൻഡ് വിറ്റാറെ വന്നിരുന്ന സൺറൂഫാണ്. അപ്പം അതിൻ്റെ ലൈറ്റ് നന്നായിട്ട് വിസിബിലിറ്റി അകത്തോട്ട് വരുന്നുണ്ട്, ഹീറ്റും വിസിബിലിറ്റി അകത്തോട്ട് വരുന്നുണ്ട്. പക്ഷേ പുതിയ ഇതിനകത്ത് വരുമ്പോഴാണെങ്കിൽ കംപ്ലീറ്റ് അത് കട്ടാക്കിയിട്ട് കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ, ക്ലോത്ത് മെറ്റീരിയൽ, കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ വന്നിട്ടുണ്ട്. ഇതൊരു എടുത്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിരുന്ന കംപ്ലയിൻ്റ് ആയിരുന്നു ഗ്രാൻഡ് വിറ്റാറയെക്കുറിച്ച്. പിന്നെ ഒരു 4 സ്പീക്കർ 7-inch ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, സിംഗിൾ ടച്ച് പവർ വിൻഡോ ഡ്രൈവർ സൈഡ് മാത്രമുണ്ട്. പിന്നെ 4 പവർ വിൻഡോ, ഓട്ടോ മിറർ ക്ലോസിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ 8-way അഡ്ജസ്റ്റബിൾ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റാണ് നമുക്ക് വരുന്നത്. ഇതിനകത്ത് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ വരുന്നു. പണ്ട് സിഗ്മ വേരിയൻറ്റിൽ ബേസ് വേരിയൻ്റ് തൊട്ട്, സിഗ്മ എന്ന് പറഞ്ഞാൽ ബേസ് വേരിയൻ്റിൽ തൊട്ട് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റായിരുന്നു. പക്ഷേ പുതിയ ജനറേഷൻ ഗ്രാൻഡ് വിറ്റാര വന്നപ്പോഴത്തേനാണെങ്കിൽ സിഗ്മ വേരിയൻറ്റിലെ ഹൈറ്റ് എടുത്ത് പള്ളക്കളഞ്ഞു. ഇപ്പോൾ അതിനകത്ത് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ സിഗ്മയിൽ വന്നൊരു മേജർ അപ്ഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ വൈറ്റ് കളർ മാത്രമേ ഇനി അവൈലബിൾ ഉള്ളൂ. അതായത് സിഗ്മയിൽ ഇനി വൈറ്റ് കളർ മാത്രമേ ഉള്ളൂ. മിറർ ബോഡി കളേർഡ് അല്ല, ഡോർ ഹാൻഡിൽ ബോഡി കളേർഡ് അല്ല, ബ്ലാക്കിലായിരിക്കും വരുന്നത്. അതായത് ഇനി എടുത്തു പറയുന്നു സിഗ്മ വേരിയൻ്റ് ഇനി വൈറ്റ് കളർ മാത്രമേ കിട്ടത്തുള്ളൂ. അത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സെയിൽസ് നടന്നുകൊണ്ടിരുന്ന ഗ്രാൻഡ് വിറ്റാരയിൽ ഏറ്റവും ബേസ് വേരിയൻ്റ് ആയിരുന്നു. ഡെൽറ്റയിലൊക്കെ നല്ല സെയിൽസ് കുറഞ്ഞായിരുന്നു. കാരണം വെച്ചാൽ ഓൾമോസ്റ്റ് വേണ്ട എല്ലാ കോൺഫിഗറേഷനും നമ്മുടെ സിഗ്മ വേരിയൻറ്റിൽ വന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ഡെൽറ്റ വേരിയൻസിൻ്റെ അതിലും ടോപ്പ് വേരിയൻസിൻ്റെ മാത്രം സെയിലോട്ട് ഒതുങ്ങി. ഡെൽറ്റയ്ക്ക് ആ പഴയ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം മാത്രം ഡിഫറൻസ് ഉള്ളായിരുന്നു. അതൊക്കെ അഡീഷണലി ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ ചേഞ്ചസ് ഒന്നും വരാതെ തന്നെ ഒത്തിരി പൈസ ലാഭിക്കായിരുന്നു. ഇനി അത് പൈസ ലാഭിക്കേണ്ട എന്നാണ് മാരുതി പറയുന്നത്. എനിവേ നമ്മുടെ ഡെൽറ്റ വേരിയൻറ്റിൻ്റെ ഫ്രണ്ട് വീലിങ്ങിനാണ്. ബാക്ക് സീറ്റിലെ കംഫോർട്ടും കാര്യങ്ങളൊക്കെ ആസ് യൂഷ്വൽ നമ്മൾ കണ്ടുവന്നിരുന്നതാണ്. ബാക്ക് സീറ്റിലിരിക്കുമ്പോൾ ഗ്രാൻഡ് വിറ്റാര എനിക്ക് എപ്പോഴും പറയാനുള്ളത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഈവൻ ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും ലെന്ത് കൂടിയ വണ്ടിയാണ്. 4 മീറ്ററിന് മേളിൽ വരുന്നൊരു വണ്ടിയാണ്. നമുക്ക് റിയർ AC വെൻറ്റ് വരുന്നുണ്ട് ഡെൽറ്റ പ്ലസ് വേരിയൻറ്റിന്. അതേപോലെ തന്നെ നമുക്ക് റീഡിംഗ് ലാംപ്സ് 2 ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 സെല്ലിൽ റീഡിംഗ് ലാംപ്സ് വരുന്നുണ്ട്. സെൻട്രൽ വരുന്ന ടോപ്പ് ലൈറ്റിനകത്ത് വരുന്നില്ല. സൺറൂഫ് ഇല്ല. സീറ്റ് നോർമൽ ഫാബ്രിക് അപ്പോൾസ്റ്ററി തന്നെയാണ്. 4 പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. ആൻഡ് നമ്മുടെ ആംറെസ്റ്റും കപ്പ് ഹോൾഡറും വരുന്നുണ്ട്. വേറെ ബാക്കി നമുക്ക് 6 എയർ ബാഗ് മാൻഡേറ്ററി ആയിട്ട് വരുന്നുണ്ട്. 6 എയർ ബാഗ് ഉണ്ട്. പിന്നെ ബാക്ക് ഡിക്കി ട്രെയിൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബൂട്ട് സ്പേസ് കാര്യങ്ങളൊന്നും ഡിഫറൻസ് ഒന്നുമില്ല. സെയിം ആസ് യൂഷ്വൽ നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയുടെ ബൂട്ട് സ്പേസ് ഒക്കെ തന്നെയാണ്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള വേരിയൻസിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഒക്കെ ഒന്ന് ജസ്റ്റ് വേഗമായിട്ട് നോക്കാം. ഒത്തിരി വേരിയൻസ് നമുക്ക് വണ്ടിക്ക് വരുന്നുണ്ട്. അതായത് സെഗ്മെൻറ്റ്സുകൾ ഒത്തിരി വരുന്നുണ്ട്. ഇതിനുള്ള മെയിൻ സിഗ്മ, ഡെൽറ്റ പ്ലസ്, സീറ്റ പ്ലസ് ഓപ്ഷനിൽ, ആൽഫ ഓപ്ഷനിൽ, ആൽഫ പ്ലസ് ഓപ്ഷനിൽ,
അങ്ങനെ കുറേ വേരിയൻസ് ഉണ്ട്. സൺറൂഫ് ഉള്ളത്, സൺറൂഫ് ഇല്ലാത്തത്, അങ്ങനെ ഡിഫറെൻറ്റ് സ്പീഷീസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് കുറച്ചേറെ പ്രത്യേകതകളും ഫീച്ചേഴ്സ് വൈസ് ആൻഡ് വേരിയൻസ് വൈസ് കുറച്ച് ഡിഫറൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് നെക്സ്റ്റ് തന്നെ SDM ആൻഡ് ട്രെയിനറായ വിശാൽ ബ്രോയെ നമുക്ക് വീട്ടിലേക്ക് സ്വാഗതം ചെയ്യാം. വിശാൽ ബ്രോ, നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വേരിയൻസും ആൻഡ് ഫീച്ചേഴ്സ് ഡിഫറൻസ് ഒക്കെ ഒന്ന് നോക്കിയാലോ? ഓക്കെ, നമുക്ക് നോക്കാം. അപ്പം മേജർ ആയിട്ടുള്ള ചേഞ്ചസ് നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മിഡ് ഓപ്ഷനിലുള്ള ഒരു ഹൈബ്രിഡ് ഇല്ലായിരുന്നു, ഒരു സ്ട്രോങ് ഹൈബ്രിഡ് വേരിയൻറ്റ്. ആ ഒരു വേരിയൻറ്റ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഡെൽറ്റ പ്ലസ് എന്നാണ് വേരിയൻറ്റ് പേര് പറയുന്നത്. പിന്നെ ഓപ്ഷണൽ വേരിയൻറ്റ് കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓപ്ഷണൽ വേരിയൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വേരിയൻറ്റ് വെച്ച് പറയുവാണെങ്കിൽ ഒന്ന് സിഗ്മ എന്നുള്ള വേരിയൻറ്റ് വരുന്നുണ്ട്. സിഗ്മ വരുന്നുണ്ട്, ബേസ് വേരിയൻറ്റ് ആണ് സിഗ്മ എന്ന് പറയുന്ന വേരിയൻറ്റ്. അടുത്ത് വരുന്നത് ഡെൽറ്റ എന്ന് പറഞ്ഞ വേരിയൻറ്റ് വരുന്നുണ്ട്. അത് ഞാൻ പിന്നെ അടുത്ത് വരുന്നത് സീറ്റ എന്ന് പറഞ്ഞ വേരിയൻറ്റ് വരുന്നുണ്ട്. സീറ്റയിൽ തന്നെ ഒരു ഓപ്ഷണൽ വേരിയൻറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് വെച്ച് കഴിഞ്ഞാൽ പനോരമിക് സൺറൂഫ്. ഓപ്ഷണൽ വേരിയൻറ്റിൽ മാത്രമേ സൺറൂഫ് അവൈലബിൾ ആയിരിക്കത്തുള്ളൂ. ഓക്കെ, സൺറൂഫ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം അല്ലേ? വേണമെങ്കിൽ ഓപ്ഷണൽ സൺറൂഫ് വേണ്ടാത്തവർക്ക് സീറ്റ് എടുക്കാം. സൺറൂഫ് വേണമെങ്കിൽ ഓവർ ആണെങ്കിൽ സീറ്റ് ഓപ്ഷണൽ വെഹിക്കിൾ ചൂസ് ചെയ്യാം. അത് പിന്നെ ആൽഫ എന്ന് പറഞ്ഞ വേരിയൻറ്റ് വരുന്നുണ്ട്. പിന്നെ ആൽഫ ഓപ്ഷണൽ വരുന്നുണ്ട്. ഇത്രയാണ് സ്മാർട്ട് ഹൈബ്രിഡ് എന്ന വേരിയൻറ്റിൽ വരുന്ന വെഹിക്കിൾ മേജർ. പിന്നെ ആൽഫയിൽ തന്നെയാണ് നമ്മൾ ഓൾ ഗ്രിപ്പ് എന്ന് പറഞ്ഞ വേരിയൻറ്റ് വരിക. ആൽഫ ഓൾ ഗ്രിപ്പും വരുന്നുണ്ട്, ആൽഫ ഓപ്ഷണൽ ഓൾ ഗ്രിപ്പും വരുന്നുണ്ട്. അത് അവൈലബിൾ ഇൻ ഓട്ടോമാറ്റിക് വേണ്ടികൾ മാത്രമേ വരുന്നുള്ളൂ. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഗ്രിപ്പ് എന്ന് പറയുന്നത് എല്ലാം മാനുവൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി ഓട്ടോമാറ്റിക്കിലേക്ക് മാറി. ഫുള്ളി ഓട്ടോമാറ്റിക് ഇനി അവൈലബിൾ ഉള്ളൂ. അതെ, മാനുവൽ. ഓൾ ഗ്രിപ്പ് എടുക്കണമെങ്കിൽ ഓൺലി ഓട്ടോമാറ്റിക് എന്നുണ്ട്. ഓൾ ഗ്രിപ്പ് എടുക്കും. അപ്പോൾ നമുക്ക് കുറച്ച് വേരിയൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഫീച്ചേഴ്സ് ഡിഫറൻസ് എന്താണ്? ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എടുത്ത് ഓപ്ഷണൽ വേരിയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി സൺറൂഫിന് മാത്രമേ ചേഞ്ചസ് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം റിമൈനിങ്സ് തന്നെയാണ്. പിന്നെ കുറച്ച് സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അക്രോസ് ഓൾ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കിയിട്ടുണ്ട്. ലോൾ അസിസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, അങ്ങനെ വേണ്ട ഫീച്ചേഴ്സ് എല്ലാം അക്രോസ് ഓൾ വേരിയന്റിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ലോവർ വേരിയന്റ് ആയ നമ്മുടെ സിഗ്മ എന്ന് പറഞ്ഞ ഒറ്റ കളേഴ്സിലായിരിക്കും അതിൽ അവൈലബിൾ, വൈറ്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ ഡെൽറ്റ എന്ന് പറഞ്ഞ വേരിയന്റിൽ ഒരു സെക്കൻഡ് വേരിയന്റ്, ഒരു സ്ട്രോങ് ഹൈബ്രിഡ് വേരിയന്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അത് ഡെൽറ്റ പ്ലസ് എന്ന വേരിയന്റിലാണ് അവൈലബിൾ ആയിരിക്കുന്നത്. പിന്നെ സ്ട്രോങ് ഹൈബ്രിഡ് എന്ന് പറയുമ്പോഴേക്കും ഒരു ആൽഫ പ്ലസും വരുന്നുണ്ട്, അതുപോലെ സീറ്റ പ്ലസും വരുന്നുണ്ട്. ഇതിൽ ആൽഫ എന്ന് പറഞ്ഞ വേരിയന്റിൽ ആൽഫ പ്ലസ് ഓപ്ഷണൽ വരുന്നുണ്ട്. പിന്നെ സീറ്റ പ്ലസ് ഓപ്ഷണൽ വേരിയന്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സീറ്റ പ്ലസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സൺറൂഫ് വേണ്ടെങ്കിൽ സീറ്റ പ്ലസ് എടുക്കാം. സീറ്റ പ്ലസ് എടുത്താൽ മതി, കുറച്ച് പൈസ ലാഭിക്കാം. സൺറൂഫിന്റെ ആവശ്യമില്ല. ഓക്കെ, ഇൻ കേസ് അതിൽ തന്നെ സൺറൂഫ് വേണമെങ്കിൽ സീറ്റ പ്ലസ് ഓപ്ഷണൽ എടുക്കാം. അതുപോലെ ആൽഫ പ്ലസ് എടുക്കാം, അതുപോലെ ആൽഫ പ്ലസ് ഓപ്ഷണൽ എടുക്കാം. സൺറൂഫ് ആവശ്യം ഉണ്ടെങ്കിൽ ആൽഫ പ്ലസ് ഓപ്ഷൻ എടുക്കുക, ഓപ്ഷൻ തന്നെ എടുക്കുക. അപ്പോൾ അതിനകത്തും കുറച്ച് പ്രൈസ് ഡിഫറൻസ് വരും അല്ലേ? ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അതൊരു മേജർ അപ്ഡേറ്റ്സ് ആണ്. പിന്നെ ഇലക്ട്രോണിക് സീറ്റ്സ് അല്ലേ? അത് ഫുൾ ഓപ്ഷൻ ആയത് നമ്മൾ ആൽഫ പ്ലസിലാണ് നമുക്ക് ഈ ഒരു ഇലക്ട്രോണിക് ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നത്. അതായത് ഓട്ടോമാറ്റിക് വണ്ടികൾക്കാണ് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾ ഫംഗ്ഷൻ വരിക. ഓൺലി ഓട്ടോമാറ്റിക് അവൈലബിൾ. ഓക്കെ, പാർക്കിലേക്ക് വരുന്നത് ഓട്ടോമാറ്റിക് മാത്രമേ ഒരു ടോർക്ക് കൺവെർട്ടർ ആണ് നമ്മുടെ ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ 8 വെയിലാണ് നമ്മുടെ ഡ്രൈവർ സൈഡ് സീറ്റ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാം. 8 വെയിൽ മാത്രമേ നമുക്കത് പോസിബിൾ ആയിരിക്കത്തുള്ളൂ. പിന്നെ പനോറമിക് സൺറൂഫ് വരുന്നുണ്ട്. 2.5 പ്യൂരിഫയർ ആണ്. പ്യൂരിഫയറിന് ഇത് വരുന്നത്. പ്യൂരിഫയർ നമുക്ക് സെപ്പറേറ്റ് ആണോ അത് ഇൻബിൽറ്റ് തന്നെ നമുക്ക് വരുന്നത്? സിസ്റ്റം, അതായത് ഇൻഫോടൈം സിസ്റ്റത്തിനകത്താണ് നമുക്ക് വരുന്നത്. കൺട്രോളും കാര്യങ്ങൾ നമുക്ക് അതിൽ വരുന്നുണ്ട്. നമുക്ക് അത് മാനുവലി അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് അത് ചെയ്യാൻ പറ്റും. പിന്നെ കർട്ടനൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. റിയർ സൺഷൈഡ് കർട്ടൻ എന്നാണ് പറയുന്ന പേര്. അതെ, വരുന്നുണ്ട്. അലോവീൽസും പുതിയ അലോവീൽസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് മെഷീൻ അലോവീൽസ് എന്നാണ് അതിന് പറയുന്ന പേര്. ബ്ലാക്ക് ആണ് ഡിസൈൻ വരുന്നത്. ഫുള്ളി ബ്ലാക്ക്. ആൽഫ വരുമ്പോഴേക്കും നമുക്കത് ക്രോം ഫിനിഷിംഗ് ആയിരിക്കും വരിക, സിൽവർ ഫിനിഷിംഗ് ആയിരിക്കും വരിക. ലോവർ വേരിയന്റ് വരുമ്പോഴേക്കും നമുക്കത് പെയിന്റഡ് ആയിരിക്കും. ചേഞ്ചസ് ആയി. അതെ, സ്ട്രക്ചറൽ വെച്ചാൽ ഓൾറെഡി മാർക്കറ്റിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള വെഹിക്കിളാണ് ഗ്രാൻഡ് വിത്താര. ഓൾറെഡി നമുക്ക് അറിയാം, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ വെഹിക്കിൾ ഇറങ്ങിയ ഒരു 1 ഇയർ തന്നെ ഏകദേശം 1 lakh യൂണിറ്റ് ആണ് ഇന്ത്യയിൽ സോൾഡ് ചെയ്തത്. അപ്പോൾ അതിന് അത്രയും ഈ ഒരു ഹോം ഈ വെഹിക്കിൾ ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. സത്യമായിട്ടും ട്രൂ വാല്യൂ ആണ്. അതെ, അതാണ് ഒരു മിഡ് സൈസ് എസ് യു വി പ്ലാൻ ചെയ്യുന്ന ഒരു കസ്റ്റമർക്ക് ചൂസ് ചെയ്യാൻ ഒരു പറ്റിയ വെഹിക്കിളാണ്. അപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ഹൈബ്രിഡ് എടുക്കുന്നവർക്ക് പ്രൈസ് കുറച്ചും കൂടുതലായിരുന്നു. ലോവർ വേരിയന്റിൽ നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല, ഈ സ്ട്രോങ് ഹൈബ്രിഡ്. അപ്പം അതാണ് ഇപ്പം മാനുവൽ ചേഞ്ച് ചെയ്യുന്നത്. സാധാരണക്കാർക്കും സ്ട്രോങ് ഹൈബ്രിഡ് അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്നു എന്നുള്ളൊരു
ഇപ്പോൾ ഓൾമോസ്റ്റ് 30+ ഒക്കെ മൈലേജ് ബുക്ക് ഓഫ് റെക്കോർഡ്സിലൊക്കെ ഉള്ള സാധനമാണ് കേട്ടോ. അത് ഓൾറെഡി പ്രൂവൺ ആണ്, ഓൾറെഡി വെഹിക്കിൾ നമുക്ക് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും സക്സസ്ഫുൾ ആയിരിക്കുന്നത് നമുക്ക്. ഓക്കെ, പ്രൈസിൽ വല്ല ചേഞ്ചസ് ഉണ്ടോ? പ്രൈസിൽ ചേഞ്ചസ് ഉണ്ട് നമുക്ക്, ചെറിയ ചേഞ്ചസ് ഉണ്ട്, മൈനോട്ട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഓക്കെ. ഇപ്പം ഓൾറെഡി നോർമലി പ്രൈസ് ഹൈക്ക് വന്നിട്ടില്ലേ ഓൾറെഡി വണ്ടിക്ക്? അതെ, അതിന്റെ കൂട്ടത്തിൽ വലിയ റിഫ്ലക്ട് ചെയ്യാതെ മാനേജ് ചെയ്തിട്ടുണ്ടെന്നാണ്. അത്യാവശ്യം നമുക്ക് പറയേണ്ട അഫോർഡബിൾ റേറ്റിലാണ് ഇപ്പോൾ നമുക്ക് വെഹിക്കിൾ അവൈലബിൾ ആയിരിക്കുന്നത്. അതാണ് വേറെ ഹൈലൈറ്റ് എന്ന് പറയാം. ഹൈലൈറ്റ് ചെയ്യാം. അപ്പോൾ എന്നാണെങ്കിലും നിങ്ങൾക്ക് വണ്ടി സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഇവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു മാർക്കറ്റിംഗ് ഒന്നും അല്ല കേട്ടോ. അല്ലെ, നമുക്ക് കമൻസിൽ വന്നായിരുന്നു ഗ്രാൻഡ് വിറ്റാരയുടെ അപ്ഡേറ്റഡ് വെർഷൻസിൻ്റെ ഒരു വീഡിയോ ചെയ്യാവുന്നത്. അപ്പോൾ ഞാൻ ഹൈലൈറ്റ് ചെയ്തത് ഞങ്ങൾ ഡെൽറ്റ പ്ലസ് ആണ്. വെച്ചാൽ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിലാണല്ലോ. അപ്പോൾ ഓൾ വണ്ടിയുടെ കംപ്ലീറ്റ് ഡിഫറൻസസ് ആൻഡ് ഫീച്ചർ അപ്ഡേഷൻ നമ്മുടെ വണ്ടിയിൽ വന്നേക്കുന്നത് ഇതാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കോട്ടയം തലത്തുള്ള സായി സർവീസിൽ നെക്സ്റ്റ് ഷോറൂമാണ്, അവിടെ നിങ്ങൾക്ക് വിളിക്കാം. നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആൻഡ് ഡീറ്റെയിൽസ് എല്ലാം കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർത്തേക്കാം. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇനി എന്ത് സംശയം ചോദിക്കാൻ, ഇനി വണ്ടി ബുക്ക് ചെയ്യാൻ പോലും വിളിക്കാനോ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല, ഇപ്പോൾ വിളിച്ചോ. നമ്മുടെ ഇവിടുത്തെ എക്സിക്യൂട്ടീവ്സ് എല്ലാം അവൈലബിൾ ആയിരിക്കും, എപ്പോൾ വിളിച്ചാലും അവൈലബിൾ. അപ്പം തീർച്ചയായും നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും, ഈവൻ വണ്ടി ബുക്ക് ചെയ്യാനില്ല, വണ്ടിയെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിലും ഫീച്ചേഴ്സ് അറിയണമെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് കോൺടാക്ട് ഡിസ്ക്രിപ്ഷൻ ചേർത്തേക്കാം. അപ്പോൾ ഓക്കെ, ദിസ് ഇസ് ജിഷോർ മര.